ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്ക് നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. ജീരകത്തിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എള്ളിനകത്തൊക്കെ ധാരാളം അഴുക്കൊക്കെ കാണും. അപ്പോൾ കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉണക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. ചൂടുവെള്ളമല്ല, സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഇത് നമുക്കൊരു 2 പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഗോതമ്പ് പൊടി. അതൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് നൈസാക്കിയിട്ട് വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ആദ്യം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാട്ടെ. എല്ലാ ഭാഗത്തും കുത്തിട്ട് കൊടുക്കാം. അല്ലാതെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുമ്പോൾ ഇതങ്ങ് വീർത്ത് വരും. നമ്മൾ ആ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് വീർത്ത് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തട്ടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ വേണം എന്നില്ല, ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാതും അതേ കണക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാതും ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മളിതിലേക്ക് കുറച്ച് മാത്രമേ ഗോതമ്പ് പൊടി വിതറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗോതമ്പ് പൊടിയൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല കേട്ടോ. ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ, അത് കളയൊന്നും വേണ്ട. അത് ഒന്നുകൂടി കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കി എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു കടായിൽ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടായിരിക്കണം. ആ ഒരു സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. പിന്നീട് ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തില്ല. എന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കാരണം നമ്മൾ നൈസായിട്ടാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ചായി വരും. അതുവരെ വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പൊന്തി വന്ന് ഒരു ഇത്തിരി കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്ക് ആ ഒരു സ്നാക്ക് ഇടുന്ന സമയത്ത് എണ്ണ നല്ല കുമിള കണക്കാണ് നിന്നിരുന്നത്. ഇപ്പോൾ ആ ഒരു കുമിളയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കോരി എടുത്ത് വെച്ച് കഴിയുമ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ ക്രിസ്പി ആവും. അതുപോലെ തന്നെ കളറും മാറും കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ചും കൂടി ഞാൻ ഇതേ കണക്ക് റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ദാ അതും ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ദാ എല്ലാ സ്നാക്കും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്നാണ് ഇത്രയും സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പ് തന്നെ വേണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അതുമാത്രമല്ല കേട്ടോ, നമുക്കിത് 1 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തണുത്തൊന്നും പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് 1 മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.